കേരള പോലീസിൽ അഴിച്ചുപണി ഇന്നലെ നടന്നിട്ടുണ്ട്. IPS തലത്തിൽ അഴിച്ചുപണി നടന്നു. ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാർ, കമ്മീഷണർമാർ, DGPമാർ എല്ലാവരും പ്രധാനപ്പെട്ട ബസ് കളിക്കുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വലിയ പ്രശ്നം, വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കൺഫർ ചെയ്ത് കിട്ടിയ IPS കിട്ടിയ ഉദ്യോഗസ്ഥരുണ്ട് കേരള പോലീസിൽ നിന്ന് UPSC വഴി അങ്ങനെ വന്ന് ആ IPSകാരെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിയോഗിച്ചതിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഒറിജിനൽ IPSകാർക്കിടയിലുണ്ട്. കൺഫേർഡ് IPSകാരെ അവർക്ക് എപ്പോഴും ഒരു വിവേചനമുണ്ട്. കാരണം ഞങ്ങൾ പഠിച്ച് വലിയ ഉന്നത ഇതിൽ വന്ന ആൾക്കാരും ഇവർ താഴെ നിന്ന് പഠിച്ച് കോൺസ്റ്റബിളായിട്ട് കയറി IPS കിട്ടുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പം അങ്ങനെ വന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്നും അവർക്കാർക്കും ഈ പ്രധാനപ്പെട്ട പ്ലം പോസ്റ്റുകൾ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അതെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ വിവാദം കോഴിക്കോട് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് TP ഷൗക്കത്ത് അലിയെ നിയോഗിച്ചു എന്നുള്ളതാണ്. TP ഷൗക്കത്ത് അലി വരുമ്പോൾ അദ്ദേഹം താരതമ്യേന ജൂനിയർ ആണെന്നും സീനിയറായിട്ടുള്ള ഒരുപാട് IPSകാരുടെ മുകളിലേക്കാണ് ഈ കൺഫേർഡ് IPSകാരനെ കൊണ്ട് നിയോഗിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിലും ഈ ഷൗക്കത്ത് അലിയോട് ഈ മറ്റു പലർക്കും ഈ ഒറിജിനൽ IPS സിംഗം പലർക്കും കണ്ണേടി കാണാൻ സാധ്യതയുണ്ട്. അതെ. കാരണം അദ്ദേഹം ട്രാക്ക് റെക്കോർഡ് ക്ലീൻ ആയിട്ടുള്ള ഏൽപ്പിച്ച ജോലിയെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഈ IPS നേരെ പരീക്ഷ പാസ്സായി വരുന്ന എല്ലാവരും യോഗ്യന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ SI ആയിട്ട് സർവീസിൽ കയറിയ ഒരാൾ, അയാൾ ഒരു കൺഫേർഡ് IPSകാരനായി വരുമ്പോഴത്തേക്ക് അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അയാൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷൻ തൊട്ട് ഈ SI ആയിരുന്നു, ഈ CI അങ്ങനെ 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 വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെട്ടെന്ന് പരീക്ഷ എഴുതി പാസ്സായി വരുന്ന ഒരാളെക്കാളും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. അതാ. അപ്പോൾ ഇതിപ്പോൾ കേരള കേഡറിൽ കേരള ലെവൽ 2015 ഷൗക്കത്ത് അലിയെ ഇതായിട്ട് നിയോഗിച്ചിരിക്കുന്നെങ്കിലും ഇവർക്കൊക്കെ കിട്ടിയത് ഈ കോവിഡിൻ്റെ സമയത്താണ്. അതുവരെ ഈ പ്രൊമോഷൻ കമ്മിറ്റി ചേരാതെ പോയി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഷൗക്കത്ത് അലിയെ പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോട് സിറ്റി അതായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനുശേഷം ഈ ഉന്നത തലത്തിലുള്ള മാറ്റത്തെക്കുറിച്ച് പറയാം. ശ്രീ പ്രശാന്തൻ കാണി കേരള പോലീസിൽ SI ആയിട്ട് കയറിയ ആളാണ്. അദ്ദേഹം DYSP ആയിരുന്നു. ഇതിൽപ്പെട്ട ആളാണ്. അപ്പം അദ്ദേഹം KSEBയിൽ ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാക്കി. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. സാധാരണ IPSകാർ ഡയറക്റ്റ് IPSകാരെ നിയോഗിക്കുന്ന ഒരു തസ്തികയാണ്. അവിടേക്കാണ് പ്രശാന്തൻ കാണി വന്നിരിക്കുന്നത്. വളരെ നല്ല ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ക്രൈംബ്രാഞ്ചിലും അതുപോലെ ലോക്കൽ പോലീസിലും ഒക്കെ വളരെ സ്തുത്യർഹമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ പുള്ളി ഞാനും പൊതുവെ കേട്ടുള്ളത്, ഈ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് അദ്ദേഹം വളരെ പ്രഗത്ഭനായ മിടുക്കനായ ഉദ്യോഗസ്ഥനാണെന്നാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവനന്തപുരം റൂറൽ SP എന്ന് പറയുമ്പോഴേ തിരുവനന്തപുരം നഗരം വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി മുഴുവൻ നാട്ടിൻപുറ പ്രദേശങ്ങളാണ്. ഏറ്റവും വലിയ വിശാലമായ ജില്ലയാണ് തിരുവനന്തപുരം. അവിടെ റൂറൽ SP ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ അത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഭംഗി. അടുത്തത് ഇടുക്കി SP ആയിട്ടുള്ള സാബു മാത്യു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരള കൺഫേം. ഈ നേരത്തെയും ഇടുക്കി ജില്ലയിൽ പൊതുവെ കൺഫേർഡ് IPS, ഇടുക്കി പത്തനംതിട്ടയൊക്കെ സാധാരണ അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കോട്ടയത്തൊക്കെ സാധാരണ അല്ലാത്ത SPമാരെ നിയോഗിക്കാറുണ്ട്. എങ്കിൽ പോലും സാബു മാത്യുവിനെ കോട്ടയത്തേക്ക് മാറ്റിയിരിക്കും. ഈ സാബു മാത്യു ഇടുക്കി SP ആണ്. അദ്ദേഹം കൊല്ലം റൂറൽ പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തെ ഇവിടേക്ക് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഷാജി സൂണനൊക്കെ SIമാരായിട്ട് കയറിയ ആൾക്കാരാണ്. ഷാജി സൂണന് അദ്ദേഹത്തിന് നേരത്തെ വനിതാ കമ്മീഷനിൽ SP ആയിരുന്നു. അദ്ദേഹത്തിനെ കൊല്ലം റൂറൽ SP ആക്കി മാറ്റി. അതായത് കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാണ് ഈ കൊല്ലം റൂറൽ SP ഓഫീസ് കൊട്ടാരക്കരയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഷാജി സൂണൻ ഇപ്പം നോക്കിക്കോണം, നമ്മൾ ഇത്രയും പറഞ്ഞത് ഇത്രയും പേരും കൺഫേർഡ് IPSകാരാണ്, ശ്രദ്ധിച്ചറിയാം. എന്നാൽ ഇനി നോക്കിക്കോളുക, ആലപ്പുഴയിലേക്ക് കൊല്ലം റൂറലിൽ നിന്ന് വിഷ്ണു പ്രദീപ് TK അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിട്ട് വിഷ്ണു പ്രദീപ് നല്ല ഉദ്യോഗസ്ഥനാണ്. ഇനി നോക്കാം, ജില്ലാ പോലീസ് മേധാവി പാലക്കാട് അബ്ദുൾ റാഷിയും ഈ പറഞ്ഞ പോലെ കൺഫേർഡ് IPSകാരനാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ ഇവരെ സംബന്ധിച്ചോളം ഇവർ ഈ പറയുന്ന ഒറിജിനൽ IPSകാർ പറയുന്ന താരതമ്യേന
പിന്നെ ജൂനിയർ ആയിട്ടുള്ള ടി വിക്രം അങ്ങനെയൊക്കെ അത് അല്ലാത്ത IPS കിട്ടിയവർ പാലക്കാട് SP ആയിട്ടുണ്ട്. പാലക്കാടൊക്കെ സാധാരണ ഇങ്ങനെ ആൾക്കാരെ എല്ലാ ജില്ലകളിലും നിയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം കൺഫേർഡ് IPSകാരെ നിയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ ദേവമനോഹർ, എസ് ദേവമനോഹറും ഈ പറഞ്ഞ പോലെ അദ്ദേഹം വയനാട് ജില്ലാ പോലീസ് മേധാവിയായിട്ട് വന്നിരിക്കുന്നു. ഇവരൊക്കെ ഒരേ ബാച്ചിലെ IPS കൺഫർ ചെയ്ത് കിട്ടിയ ആൾക്കാരാണ്. അതുപോലെ തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നിട്ടുള്ള B കൃഷ്ണകുമാറിനെ മാറ്റി റെയിൽവേ പോലീസിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നേരത്തെ അതുപോലെ നിതിൻ രാജ് P, അദ്ദേഹത്തെ കാസർഗോഡ് ചീഫ്, അത് ഡയറക്റ്റ് IPSകാരനാണ് നിതിൻ രാജ്. BV വിജയഭരത് റെഡ്ഡി, അദ്ദേഹവും ഡയറക്റ്റ് IPSകാരനാണ്. അദ്ദേഹത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇനി അനൂജ് പലിവാൾ ഡയറക്റ്റ് IPS ആണ്. അദ്ദേഹത്തെ AIG ലോ ആൻഡ് ഓർഡർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു AIG ഉണ്ട്, അപ്പോൾ അവിടേക്ക് നിയോഗിച്ചു. അടുത്ത ശ്രീ ഫറാഷ് T, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കോഴിക്കോട്, അദ്ദേഹത്തെ AIG കോസ്റ്റൽ പോലീസ് എറണാകുളം. മോഹനചന്ദ്രൻ നായർ MP, അദ്ദേഹവും ഡയറക്റ്റ് IPS അല്ല, അദ്ദേഹം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് ആൻഡ് വയനാട്ടിലേക്ക് മാറ്റി. ഇനി അതുപോലെ മുഹമ്മദ് നയിമുദ്ദീൻ, അദ്ദേഹത്തെ തൃശ്ശൂർ റൂറലാക്കി. ഉമേഷ് ഗോയലിനെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി. ഇനി ഡോക്ടർ A നസീം, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അയാൾ പുള്ളി കൂടുതൽ ഇത് ചെയ്ത്, അദ്ദേഹം കൺഫേർഡ് IPSകാരനാണ്. അദ്ദേഹത്തിനെയാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയാക്കിയിരിക്കുന്നത്. C ഷാഹുൽ ഹമീദ്. ഇത്രയുമാണ് ഈ IPS. ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ 1-2 ഡയറക്റ്റ് IPSകാർ വെച്ചു, ബാക്കി മൊത്തം കൺഫേർഡ് IPSകാരാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജില്ലയിലൊന്നും മാറിയിട്ടില്ല. ഞങ്ങളുടെ ജില്ലയിൽ ഇപ്പം ഡയറക്റ്റ് IPS ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹത്തെ ഒന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പത്തനംതിട്ട ഇരിക്കുന്ന ആനന്ദ് പറയുന്ന നല്ല തമിഴ്നാട് സ്വദേശിയാണോ? തമിഴ്നാട് സ്വദേശിയാണ്. കൃത്യ നടപടിയാണ്. അദ്ദേഹം ഒരു കാര്യം അടിച്ചിട്ട് ഇപ്പം ജെന്യുവിൻ ആണെന്ന് കണ്ടാൽ ഓൺ ദ സ്പോട്ട് നടപടിയാണ്. എല്ലാ കാര്യത്തിലും പോലീസുകാർക്കും ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ്. വളരെ നല്ല പെരുമാറ്റം, നല്ല രീതിയിലുള്ള ഇടപെടൽ. അദ്ദേഹം വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഇത്രയും പേരെ ഈ ഡയറക്റ്റ് IPSകാരെ വരേണ്ട തസ്തികയിലേക്ക് ഇത്രയും ആൾക്കാരെ പല IPS ഉദ്യോഗസ്ഥരെയും ഏറ്റവും പ്രധാനപ്പെട്ട സർവീസിൽ കയറിയ ഒരു IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ആലോചിക്കുന്നത് അല്ലെ ഇഷ്ടപ്പെടുന്നത് ഒരു ജില്ലാ പോലീസ് മേധാവിയായിട്ട് വർക്ക് ചെയ്യാനാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിൽ കാരണം ഇവരുടെ പേര് ജനങ്ങളുടെ മനസ്സിൽ ഒരു മുദ്രണം ചെയ്ത് കിട്ടണമെങ്കിൽ ഈ പേരിലെ അറിയാം. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന ഒരു SP അറിയാമല്ലോ, അദ്ദേഹം പിന്നെ വേറെ ഏത് പൊസിഷനിൽ പോയാലും നമുക്കറിയാം. മാത്രമല്ല ഇതിന് പ്രത്യേകതയുള്ളത് കൺഫേർഡ് IPS സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ പ്രൊമോഷൻസൊക്കെ കുറയും. അതെ, ഒരു SP അങ്ങ് റിട്ടയർ ചെയ്യാനായിരിക്കും പലർക്കും ഉള്ള സമയപരിധി. ചിലർ അപൂർവം പേരെ ചില DIG ആവുള്ളൂ. പക്ഷേ ഇതൊരു നല്ല അവസരമാണ്. അത് ഒരു നേരത്തെ വിശാഖം പറഞ്ഞ പോലെ ഒരു ആളുടെ കരിയറിൽ അയാൾക്ക് ഏറ്റവും തിളങ്ങാൻ പറ്റുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരിക്കുമ്പോഴാണ്. ഷൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 1-2 നല്ല കേസ് ഇപ്പം നമുക്കറിയാം. ഡോക്ടർ അരുൾ RB കൃഷ്ണ, അതെ, അദ്ദേഹത്തിനെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കാർത്തിക്കിനെ ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി. തിരുവനന്തപുരത്തുകാരനാണ്. അരുൾ RB കൃഷ്ണ നല്ല ഉഗ്രം പോലീസ് ഓഫീസർ. നല്ല പിന്നെ കണ്ണൂർ കൊല്ലത്തൊക്കെ ഇരുന്ന സമയത്ത് CPM നേതാക്കളുടെ ജോലി തട്ടിപ്പൊക്കെ പിടികൂടിയ ആളാണ്. അതിന്റെ പേരിൽ അന്ന് തൊട്ടേ ഇവർ കണ്ണിലൊക്കെ പത്തനംതിട്ട ജില്ലയിലെ 3 പ്രമുഖ നേതാക്കൾ ഉൾപ്പെട്ട ഒരു ജോലി തട്ടിപ്പുണ്ടായിരുന്നു. അന്ന് ആ കേസ് പിന്നീട് ഇവർ അട്ടിമറിച്ച് കളഞ്ഞു. മനസ്സിലായി, ഒരു ലേഡിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ആ ലേഡിയുടെ നേതൃത്വത്തിൽ നടന്നതിനകത്ത് ഈ ജില്ലാ സെക്രട്ടറി അടക്കം CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ആരോപണ വിധേയരായിരുന്നു. അവരുടെ പേര് പോലും ഇവിടെ വന്നു. ഇതെല്ലാം എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് അപ്രത്യക്ഷമായി. അങ്ങനെ നടന്ന ഒരു ഇതാണ്. അപ്പം ആ കേസ് അന്വേഷിച്ചു കണ്ടുപിടിച്ചത് അരുൾ BR കൃഷ്ണയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ IG ശ്രീജിത്ത് ക്രമസമാധാന ചുമതല വരുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. വിജയനോ ശ്രീത്തോ വരുമെന്നാണ് കരുതിയിരുന്നത്. IG അല്ല, അഡീഷണൽ ADGP ആവുക. അതുപോലെ ബൽറാം കുമാർ ഉപാധ്യായ, അതായത് ആംഡ് പോലീസ്. ഇതിനകത്ത് നമ്മുടെ H വെങ്കടേഷ് നിലവിലെ ക്രമസമാധാന അദ്ദേഹം അഡീഷണൽ ചാർജ് ആയിരുന്നു ക്രൈംബ്രാഞ്ചിൽ. അദ്ദേഹത്തോട് പറഞ്ഞു ഈ ചാർജ് വിട്ടിട്ട് ക്രൈംബ്രാഞ്ചിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൽ തൽക്കാലം ഇരിക്കുക, ഇനി അവിടുന്ന് മാറ്റുമെന്നറിയില്ല. അതുപോലെ നമ്മുടെ യോഗേഷ് ഗുപ്തയെ പോലെയുള്ള ആൾക്കാരൊന്നും പരിഗണിച്ചിട്ടില്ല. യോഗേഷ് ഗുപ്തയൊക്കെ ശരിക്കും DGP ആകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരാണ്. യോഗേഷ് ഗുപ്ത, മനോജ് എബ്ര ഒക്കെ ഏതാണ്ട് ഒരു ബാച്ചാണ്. എന്താണെങ്കിലും ശരി, ഈ അഴിച്ചുപണിയിൽ ഒരുപാട് പേരുടെ ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇത്രയും കൺഫേർഡ് IPSകാർ ജില്ലാ പോലീസ് മേധാവി സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഓരോ ജില്ലയിലും നേതാക്കന്മാരുണ്ട്.
ഈ ചോട്ടാ നേതാക്കന്മാരുടെ ഈ രമേശ് ചെന്നിത്തലയുമായിട്ട് അടുത്ത് നിൽക്കുന്ന നേതാക്കൾ, അവരുടെയൊക്കെ താല്പര്യങ്ങൾ ഇതിൽ അവരുടെ താല്പര്യമാണ്. അവർ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് പല ആൾക്കാരും പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇടപെടൽ ഇത്തരം പോസ്റ്റിങ്ങുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലരുടെ പോസ്റ്റിങ്ങുകൾ വിവാദമാവും. പക്ഷേ ഷൗക്കത്ത് അലിയുടെ പോസ്റ്റിംഗ് വിവാദമാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. മറ്റാരും കേപ്പബിൾ അല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത്രയും കൺഫേർഡ് IPSകാരെ കൊണ്ട് ക്രമസമാധാന പാലനത്തിൽ ഇടുന്ന അല്ലെ ജില്ലകളിൽ കൊണ്ടിടുന്ന ഒരു ഉത്തരവ് എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തേതായിരിക്കും. ഇത്രയും വരെ അല്ലാത്തപ്പോൾ ഒരു ഉത്തരവ് വന്നാൽ 2-3 പേരൊക്കെ കാണത്തുള്ളൂ. എല്ലാ ജില്ലകളിലേക്കും കൺഫേർഡ് IPSകാർ എന്നുള്ള രീതിയിലേക്ക് റൂറൽ പോലീസ് ജില്ലകളിലേക്കും വന്നിരിക്കുന്നു. വളരെ അസാധാരണമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്. വിവാദമായില്ലെങ്കിൽ അത് ചെയ്യും.